ശാന്തി. 26/1/70 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. പരിതസ്ഥിതികളുടെ പിന്നാലെ നമ്മൾ പോകുക എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തി തൻ്റെ നിഴലിൻ്റെ പിന്നാലെ ആ നിഴലിനെ പിടിക്കാൻ പോകുന്നത് പോലെയാണ്. അതൊരിക്കലും തൻ്റെ കൈകളിലേക്ക് വരില്ല. അതേപോലെ പരിതസ്ഥിതിയുടെ പിന്നാലെ നമ്മൾ പോവുകയാണെങ്കിൽ അത് ഒന്നുകൂടി നമ്മളെ നേരിട്ടുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ നമ്മുടെ സ്ഥിതിയെ ശക്തമാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ പരിതസ്ഥിതികളുടെ മേൽ വിജയിക്കും. ഔർ ഹി ആകെ ബെടുത്തി ഹേ തോ ഉസ്കോ ഛോട് ദോ. അപ്പം ബാബ പറയുകയാണ്, അത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്, അപ്പോൾ അതിനെ വിടുകയല്ലേ നല്ലത്. വായുമണ്ഡൽ കോ ബദൽന യഹ് തോ ബഹുത് സഹജ് ഹൈ. ചുറ്റുപാടിനെ മാറ്റുക എന്നുള്ളത് വളരെ സഹജമായ കാര്യമാണ്. ഇത്തിനി ഛോട്ടി സി അഗർബത്തി ഖുശ്ബു കി ചീസ് ഭി വായുമണ്ഡൽ കോ ബദൽ സക്തി. ഇത്രയും ചെറിയ ചന്ദനത്തിരി, സുഗന്ധമുള്ള ചന്ദനത്തിരി ആ ചുറ്റുപാടിനെ മാറ്റിയെടുക്കുന്നുണ്ടല്ലോ. അതായത് എങ്ങനെ ദുർഗന്ധമുള്ളതായിരുന്നാലും ഒരു ചെറിയ ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ സുഗന്ധം കൊണ്ട് ചുറ്റുപാടാകെ മാറാറുണ്ടല്ലോ. तो ज्ञान की शक्ति से वायुमंडल को नहीं बदल सकते. അപ്പം ജ്ഞാനത്തിൻ്റെ ശക്തിയിലൂടെ ചുറ്റുപാടിനെ മാറ്റാൻ കഴിയുകയില്ലേ. യഹ് ധ്യാൻ രഖ്ന ഹേ വായുമണ്ഡൽ കോ സദൈവ് ശുദ്ധ രഖ്ന ഹേ. ഇതെപ്പോഴും ശ്രദ്ധിക്കണം, ചുറ്റുപാടിനെ സദാ ശുദ്ധമാക്കി വയ്ക്കണം. ലോക ക്യാബി പോലെ, മനുഷ്യർ ഇനി എന്തു തന്നെ പറഞ്ഞിരുന്നാലും जिस बात में अपनी लगन नहीं होती है तो वह बात सुनते हुए जैसे नहीं सुनते. അപ്പോൾ ഏത് കാര്യത്തിലാണോ തനിക്ക് താല്പര്യമില്ലാത്തത് അക്കാര്യം കേട്ടിരുന്നാലും ഏതുപോലെ കേൾക്കുന്നില്ല, അങ്ങനെയാണല്ലോ. തന് ഭലെ വഹാ ഹോ ലേക്കിൻ മന്നെ. ശരീരം ഒരുപക്ഷെ അവിടെ ആയിരുന്നാൽ തന്നെ മനസ്സവിടെ ആകരുത്. ഐസേ തോ കൈ ബാർ ഹോത്താ ഹെ. അങ്ങനെ പല പ്രാവശ്യവും നടക്കാറുണ്ട്. അപ്പം ബാബ പറയാൻ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ആരെങ്കിലും പറയുകയാണെങ്കിൽ നമ്മളത് കേട്ടാലും സാധാരണ രീതിയിൽ കേൾക്കാറില്ലല്ലോ. അപ്പം നമ്മുടെ ശരീരം അവിടെ ഉണ്ടെങ്കിലും മനസ്സവിടെ ഉണ്ടാകാറില്ല. അത് പലപ്പോഴും അങ്ങനെ നടക്കാറുണ്ടല്ലോ. മൻ കോയി ഔർ തരഫ് ഹോത്താ ഹെ ഓർ വഹാ ബൈഠേ ഭി ജൈസേ നഹീ ബൈഠേ. മനസ്സ് വേറെ ഏതോ ഭാഗത്താണ്, അവിടെ ഇരുന്നു കൊണ്ടും അവിടെ ഇരിക്കുന്നില്ല. തൻസേ സാത്ത് ദേനപ്പെടുത്താ ഹെ. ശരീരം കൊണ്ട് അവിടെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു, എന്നാൽ മനസ്സുകൊണ്ടില്ല. ഉസ്കേലിയെ സിർഫ് അറ്റൻഷൻ ദേനാ ഹെ. അതിനുവേണ്ടി വെറും ശ്രദ്ധ കൊടുത്താൽ മതി. ജബ് തക് ഹിമ്മത്ത് ഇന്ന രഖ് പാവ് നഹി രഖാ ഹെ തോ ഊഞ്ചി മഞ്ചിൽ ലഗേങ്കി. എപ്പോൾ വരെ ധൈര്യം വയ്ക്കാതെ കാല് വയ്ക്കുകയാണെങ്കിൽ ലക്ഷ്യം വളരെ ഉയർന്നതായിട്ടേ തോന്നുകയുള്ളൂ. अगर पाव रखेंगे तो फिर लिफ्ट की तरफ झट पहुँच जाएंगे. അപ്പം ബാബ പറയാണ്, കാല് വയ്ക്കുകയാണെങ്കിൽ അത് ലിഫ്റ്റിനെ പോലെ പെട്ടെന്ന് എത്തുമെന്ന്. ഹിമ്മത്ത് രഖോ തോ ചടായി ഭി ലിഫ്റ്റ് ബൻ ജായെങ്കി. ധൈര്യം വയ്ക്കുകയാണെങ്കിൽ കയറ്റവും ഒരു ലിഫ്റ്റായി തീരും. അപ്പം ബാബ പറയാണ്, ധൈര്യം വയ്ക്കാതെ കാല് വയ്ക്കുകയാണെങ്കിൽ ലക്ഷ്യം വളരെ ഉയർന്നതായിട്ടേ തോന്നുകയുള്ളൂ. അപ്പോൾ കാല് വയ്ക്കുകയാണെങ്കിൽ പിന്നെ ലിഫ്റ്റിനെ പോലെ പെട്ടെന്ന് എത്തുകയും ചെയ്യും. ധൈര്യമുണ്ട് എങ്കിൽ കയറ്റവും ഒരു ലിഫ്റ്റായിട്ടേ തോന്നുകയുള്ളൂ. तो हिम्मत का पाव रखो, कर सकते हो, सिर्फ लोकलाज का त्याग और हिम्मत की धारणा चाहिए. ഇപ്പം ബാബു പറയുന്നത്, ധൈര്യത്തിൻ്റെ കാല് വയ്ക്കും, ചെയ്യാൻ കഴിയും, പക്ഷെ ലോകമര്യാദയെ ത്യാഗം ചെയ്യണം, ധൈര്യത്തെ ധാരണ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ബാബു പറയാണ്, ധൈര്യത്തിൻ്റെ കാല് വയ്ക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ജമ്പ് ചെയ്യാനും സാധിക്കും. കയറ്റം ഒരു ലിഫ്റ്റായിട്ട് മാത്രമേ തോന്നുകയുള്ളൂ, ലക്ഷ്യത്തിലെത്താൻ കഴിയും. ഏക് ദോക്ക സഹയോഗ ഭി ബഡി ലിഫ്റ്റ്. പരസ്പരമുള്ള സഹയോഗവും വലിയ ലിഫ്റ്റാണ്. പരിസ്ഥിതിയാൻ തോ ആയെങ്കി ലേക്കിൻ അപ്പനി സ്ഥിതി പവർഫുൾ ചാഹിയെ. പരിതസ്ഥിതികൾ തീർച്ചയായിട്ടും വരും,
എന്നാൽ തൻ്റെ സ്ഥിതി പവർഫുള്ളാകണം. ഫിർ ജൈസാ സമയ വൈസാ തരീക്ക ഭി ടച്ച് ഹോങ്ക. പിന്നെ എങ്ങനെയുള്ള സമയമാണോ അതിനനുസരിച്ചുള്ള രീതിയും ബുദ്ധിയിൽ ടച്ച് ചെയ്യും. अगर समय प्रमाण युक्ति नहीं आती है तो समझना चाहिए योग बल नहीं. ഇപ്പം ബാബ പറയുന്ന സമയത്തിനനുസരിച്ച് യുക്തി വരുന്നില്ല എങ്കിൽ മനസ്സിലാക്കണം യോഗബലം ഇല്ല എന്ന്. യോഗയുക്ത് ഹേ തോ മദദ് ഭി ജരൂർ മിൽത്തി ഹെ. യോഗയുക്തമാണ് എങ്കിൽ തീർച്ചയായിട്ടും ബാബയുടെ സഹായവും കിട്ടും. जो यथार्थ पुरुषार्थी हैं उनके पुरुषार्थ में इतनी पावर रहती है, ज़्यादा सोचना भी नहीं चाहिए. ഭഗവാൻ യഥാർത്ഥത്തിൽ പുരുഷാർത്ഥം ചെയ്യുന്നവർക്ക് അത്രയും പവറുണ്ട്, അവർക്ക് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. അതായത് സമയത്തിനനുസരിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവരുടെ ബുദ്ധിയിൽ ടച്ച് ചെയ്യും. അപ്പം അതിനെയാണ് ബാബ പറയുന്നത് യോഗബലം. അപ്പോൾ യോഗയുക്തമാണെങ്കിൽ ബാബയിൽ നിന്നുള്ള സഹായം തീർച്ചയായിട്ടും കിട്ടുമെന്ന്. अनेक तरफ लगाव हैं फिर माया की अग्नि भी लग जाती हैं. അപ്പം പിന്നെ ബാബ പറയാണ് അനേക ഭാഗത്ത് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ചായ്വുണ്ട്, പിന്നെ മായയുടെ അഗ്നിയും പിടിക്കാറുണ്ട്, മായയുടെ ചൂടും വരുമെന്ന്. പരന്തു ലഗാവ് നെഹി ഹോനാ ചാഹിയെ. പക്ഷേ ആ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകരുത്. ഫർജ് തോ നിഭാനാ ഹേ ലേക്കിൻ ഉസ്മേ ലഗാവ് ന ഹോ. ബാബ പറയാണ് കടമ നിറവേറ്റണം, പക്ഷേ അതിൽ മോഹം ഉണ്ടാകരുത്, അറ്റാച്ച്മെൻറ്റ് വരാൻ പാടില്ല. ഐസാ പവർഫുൾ രഹനാ ഹേ ജോ ഔരോങ്കി ആകെ എക്സാമ്പിൾ ഹോ. അങ്ങനെ പവർഫുൾ ആകണം, മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഉദാഹരണമാകണം. ജോ എക്സാമ്പിൾ ബനത്തെ ഹേ വഹ് എക്സാമിൻ മേ പാസ് ഹോത്തെ ഹേ. ആരാണോ എക്സാമ്പിൾ ആകുന്നത് അവർ പരീക്ഷയിൽ പാസ്സാകും. എക്സാമിൻ ദേനേലിയെ എക്സാമ്പിൾ ബൻ ദിഖാവും. അപ്പോൾ എക്സാമിൻ കൊടുക്കുന്നതിന് വേണ്ടി എക്സാമ്പിളായിട്ട് കാണിക്കും. അപ്പം ബാബ പറയുകയാണ് നമ്മൾ കടമ നിറവേറ്റണം, പക്ഷേ അതിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകരുത്. അങ്ങനെയുള്ളവരാണ് പവർഫുൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പവർഫുള്ളായിട്ടിരിക്കണം, മറ്റുള്ളവരുടെ മുന്നിൽ ഒരു എക്സാമ്പിളാകണം. ആരാണോ അങ്ങനെ ഉദാഹരണമാകുന്നത് അവർക്ക് പരീക്ഷയിൽ എളുപ്പം പാസ്സാകാൻ സാധിക്കും. അപ്പോൾ പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ എക്സാമ്പിളായിട്ട് കാണിക്കൂ എന്ന് ബാബ പറയാണ്. ജോ സവി ദേഖേ കി യേ കൈസെ നവീനതാമേ ആകെ. അതായത് എല്ലാവരും ഇത് കാണണം, ഇവരെങ്ങനെയാണ് നവീനതയിൽ വന്നത്. ഐസാ സർവീസബിൾ ബന്ന ഹേ ജോ ആപ്കോ ദേഖ് ഔരോങ്കോ പ്രേരണ മിലെ. അങ്ങനെ സർവീസബിൾ ആകണം, നിങ്ങളെ കണ്ട് മറ്റുള്ളവർക്ക് പ്രേരണ കിട്ടണം. പഹലെ ജോ ശക്തിയാ നിക്കലി ഉനോനെ ഇത്തനി ശക്തിയോ കോ നിക്കാല. ആദ്യം ഏതെല്ലാം ശക്തികളാണോ വന്നത് അവർ ഇത്രയും ശക്തികളെ കൊണ്ടുവന്നു. അതായത് ബാബ യജ്ഞത്തിൻ്റെ തുടക്കത്തിലുള്ള ബ്രഹ്മകുമാരി സഹോദരിമാരെക്കുറിച്ച് പറയുകയാണ്. അവരിത്രയും പേര് തുടക്കത്തിൽ ശിവശക്തികൾ വന്നു, അവർ പിന്നെ ബാബയുടെ മുന്നിലിരിക്കുന്ന ആ സഹോദരിമാരെ കൊണ്ടുവന്നു, ബ്രഹ്മകുമാരിമാരെ കൊണ്ടുവന്നു. അപ്പം അതുകൊണ്ടാണ് ബാബ പറയുന്നത് ആദ്യം ഏത് ശക്തികളാണോ വന്നത് അവർ പിന്നെ ഇത്രയും ശക്തികളെ കൊണ്ടുവന്നു. ആപ്പ് ശക്തിയാമ്പേർ സൃഷ്ടിക്കോ ബദലോ. ശക്തികളാകുന്ന നിങ്ങൾ ഇനി ഈ സൃഷ്ടിയെ മാറ്റിയെടുക്കൂ, പരിവർത്തനപ്പെടുത്തൂ. ഇത്തനെ ആകെ ജാനാ ഹെ. ഇത്രയും നിങ്ങൾ മുന്നോട്ട് പോകണം. ഗീത് ബി ഹേ ന ഹം ശക്തിയാം ദുനിയാക്കോ ബദൽക്കർ ദിഖായെങ്കേ. അപ്പം ഇങ്ങനെ ഒരു ഗീതം തന്നെയുണ്ടല്ലോ, ശക്തികൾ നമ്മൾ ഈ ലോകത്തെ മാറ്റി തന്നെ കാണിക്കും. സൃഷ്ടിക്കോ കോൻ ബദലെങ്കിൽ, ഈ സൃഷ്ടിയെ ആര് മാറ്റും? ജോ പഹലെ ഖുദ് ബദലെങ്കിൽ, ആരാണോ സ്വയം ആദ്യം തന്നിൽ മാറ്റം കൊണ്ടുവരുന്നവർ അവർക്ക് മാത്രമേ ലോകത്തെ മാറ്റാൻ കഴിയുള്ളൂ. ശക്തിയോं की സവാരി ഷേർ पर दिखाते हैं. कौन सा ഷേർ? ശക്തികളുടെ സവാരി യാത്ര എപ്പോഴും സിംഹത്തിൻ്റെ മേലാണ് കാണിക്കുന്നത്. അപ്പോൾ ബാബ ചോദിക്കുകയാണ് ഏതാണ് ആ സിംഹം? यह माया जो शेरनी रूप में सामना करने आती हैं उनको अपने अधीन कर सवारी बनाना अर्थात उनकी शक्ति को ख़त्म करना. അപ്പം ബാബ പറയുകയാണ്
ആ സിംഹം എന്ന് പറയുന്നത് ഏതാണ്? അതായത് മായ ഏതാണോ സിംഹത്തിൻ്റെ രൂപത്തിൽ നേരിടാൻ വരുന്നത് അതിനെ തൻ്റെ അധീനമാക്കി അതിൻ്റെ മേൽ യാത്ര ചെയ്യുക. അർത്ഥം അതിൻ്റെ ശക്തി ഇല്ലാതാക്കുക. മായയുടെ ശക്തി ഇല്ലാതാക്കി ആ മായയെ തൻ്റെ വാഹനമാക്കി മാറ്റുക. അതാണ് ശരിക്കും സിംഹത്തിൻ്റെ മേൽ യാത്ര ചെയ്യുന്ന ശക്തിമാരെ ഭക്തിയിൽ കാണിക്കാൻ കാരണം എന്ന് ബാബ പറയുകയാണ്. ഐസി ശക്തിയാം ജിൻകി ഷേർ പർ സവാരി ദിഖാത്തെ ഹേ വഹി തും ഹോ ന. അങ്ങനെയുള്ള ശക്തികൾ ആരുടെയാണോ സവാരി അഥവാ യാത്ര സിംഹത്തിൻ്റെ മേൽ കാണിക്കുന്നത് അവർ നിങ്ങൾ തന്നെയാണല്ലോ. വ സബീ കാ ഹി ചിത്ര ഹേ, അത് എല്ലാവരുടെയും ചിത്രമാണ്. ഐസി ഷേരണി ശക്തിയാം കവി മായാസെ ഘബരാത്തി നഹി. അങ്ങനെയുള്ള സിംഹിണി ശക്തികൾ ഒരിക്കലും മായയോട് ഭയക്കുകയില്ല. മായയെ കണ്ടാൽ അവർക്കൊരിക്കലും ഭയം തോന്നുകയില്ല. ലേക്കിൻ മായ ഉൻസെ ഘബരാത്തി ഹേ, എന്നാൽ മായ അവരെ ഭയക്കുന്നു. മായയ്ക്ക് ശക്തികളെ കാണുമ്പോൾ ഭയം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഒരിക്കലും ശക്തികൾ മായയെ കണ്ട് ഭയക്കുകയില്ല. ഐസെ മായ ജീത്ത് ബനെ ഹോന്, അങ്ങനെ നിങ്ങൾ മായ ജീത്തായല്ലോ. ശക്തി ബിഗർ ബന്ധൻ നഹി ടൂട്ടെങ്കെ, ശക്തിയില്ലാതെ ബന്ധനം ഇല്ലാതാകുകയില്ല. യാദ് കി ശക്തി ഹേ ഏക് ബാപ്പ് ദൂസര ന കോയി. ഓർമ്മയുടെ ശക്തിയാണ്, ഒരേയൊരു ബാബ, രണ്ടാമതാരുമില്ല. ഐസാ സൗഭാഗ്യ കോട്ടോമേ കോയിക്കോ മിൽത്ത ഹെ, അങ്ങനെയുള്ള സൗഭാഗ്യം കോടിയിൽ ചിലർക്കേ കിട്ടുകയുള്ളൂ. ഇത്തന പദം പദമാപദം ഭാഗ്യശാലി അപ്പനേക്കോ സമസ്തേ ഹോ. ഇത്രയും അളവറ്റ എണ്ണമറ്റ ഭാഗ്യത്തിൻ്റെ അധികാരിയാണ് ഞാൻ എന്ന് കുട്ടികൾ സ്വയം തന്നെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടോ? ഇത്രയും സൗഭാഗ്യം കോടിയിൽ ചിലർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അതിൽപ്പെട്ട ഒരാത്മാവാണ് ഞാൻ. ആ കോടിയിൽ ചിലർന്നുള്ള മഹിമയ്ക്ക് ഞാൻ യോഗ്യയാണ്. അങ്ങനെയുള്ള സന്തോഷം ലഹരി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടോ എന്ന് ബാബ കുട്ടികളോട് ചോദിക്കുകയാണ്. ശക്തി ദൾ ബഹുത്ത് കമാൽ കർ സക്താ ഹെ. ശക്തി സൈന്യത്തിന് വളരെയധികം അത്ഭുതം ചെയ്ത് കാണിക്കാൻ കഴിയും. जो हड्डी सेवा करने वाले होते हैं उनको बाप भी मदद करता है. ആരാണോ തൻ്റെ ശരീരം നോക്കാതെ സേവനം ചെയ്യുന്നത് അവരെ ബാബയും സഹായിക്കും. जो स्नेही हैं उनसे बाप भी स्नेही रहता है. ആരാണോ ബാബയോട് അത്രയും സ്നേഹമായിട്ടുള്ള സ്നേഹികൾ അവരോട് ബാബയ്ക്കും അത്രയും തന്നെ സ്നേഹമുണ്ട്. ബാപ്പ് കെ വി വഹി ബച്ചേ സാമനെ രഹത്തെ ഹെ. എൻ്റെ മുന്നിൽ, ബാബയുടെ മുന്നിലും അങ്ങനെയുള്ള കുട്ടികളാണ് എപ്പോഴും ഉള്ളത്, സ്നേഹി കുട്ടികൾ. ആരാണോ ബാബയ്ക്ക് വേണ്ടി തൻ്റെതെല്ലാം അർപ്പണം ചെയ്ത് തൻ്റെ ശരീരവും കൂടി നോക്കാതെ സേവനം ചെയ്യുന്നത് അങ്ങനെയുള്ള കുട്ടികൾ എപ്പോഴും ബാബയുടെ മുന്നിലുണ്ട്. ഭലേ കോയി കിത്തനാ ഭി ദൂർ ഹോ ലേക്കിൻ ബാപ് ദാദാ കെ ദിൽ കെ നസ്ദീഖ് ഹെ. ഇനി ആര് എത്രമാത്രം ദൂരെയായിരുന്നാലും ബാപ്ദാദയുടെ മനസ്സിൽ അവർ സമീപം തന്നെയുണ്ട്. അപ്പോൾ ബാബയുടെ സമീപത്താണ് അങ്ങനെയുള്ള കുട്ടികൾ. ആരാണോ വളരെ സ്നേഹികളായിട്ടുള്ളത്, ബാബയെ പ്രത്യക്ഷമാക്കുന്നതിന് വേണ്ടി രാപകലില്ലാതെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ബാബ പറയണം അവരുടെ ഓർമ്മ എനിക്ക് എപ്പോഴും ഉണ്ട്. അവർക്ക് എൻ്റെ മനസ്സിൽ നല്ല സ്ഥാനവും ഉണ്ട്. അവരൊരു പക്ഷേ സ്ഥൂല രൂപത്തിൽ വളരെ ദൂരെയാണെങ്കിലും കുഴപ്പമില്ല എന്ന് ബാബ പറയാണ്. सबसे अच्छी सौगात है अपने इस चेहरे को सदैव हर्षित बनाना. ഏറ്റവും നല്ല സമ്മാനമാണ് തൻ്റെ ഈ മുഖത്തെ എപ്പോഴും ഹർഷിതമാക്കുക. കബീ ഭി കോയി പരേശാനി കി രേഖ ന ഹോ. ഒരിക്കലും മുഖത്തൊരസ്വസ്ഥതയുടെ രേഖ ഉണ്ടാകരുത്. ജൈസെ സമ്പൂർണ്ണ ചന്ദ്രമ കിത്തനാ സുന്ദർ ലഗ്താ ഹെ. ബാബ ചോദിക്കുകയാണ്, പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ എത്ര സുന്ദരമാണ്. വൈസെ അപ്പന ചേഹര സദൈവ ഹർഷിത് രഹേ. ഏതുപോലെ പൂർണ്ണചന്ദ്രൻ സുന്ദരമായിരിക്കുന്നു അതേപോലെ കുട്ടികളുടെ മുഖം അത്രയും സുന്ദരമായിരിക്കണം, ഹർഷിതമായിരിക്കണം. ചേഹര ഐസാ ചമക്താ ഹുവാ ഹോ जो और भी आपके चेहरे में अपना रूप देख सके.
നിങ്ങളുടെ മുഖം അങ്ങനെ പ്രകാശിക്കുന്നതായിരിക്കണം, മറ്റുള്ളവരും നിങ്ങളുടെ മുഖത്തിൽ തൻ്റെ രൂപം കാണാൻ കഴിയണം. നമ്മുടെ മുഖത്തിൻ്റെ ആ പ്രസന്നതയിൽ, ആ ഹർഷിതമായിട്ടുള്ള അവസ്ഥയിൽ, ആ പ്രകാശത്തിൻ്റെ തിളക്കത്തിൽ നമ്മുടെ മുന്നിൽ വരുന്നവർക്കും അവരുടെ മുഖം നമ്മുടെ മുഖത്തിലൂടെ കാണാൻ കഴിയണം. അത്രയും സുന്ദരമായിരിക്കണം നമ്മുടെ മുഖം, ഹർഷിതമായിരിക്കണം. അതാണ് ഏറ്റവും വലിയ സമ്മാനം. അതാണ് ബാബു പറയുന്നത്. ചേഹര ദർപ്പൺ ബെഞ്ചായി. അപ്പം ബാബു പറയുകയാണ്, മുഖം കണ്ണാടിയായിത്തീരണം. അനേക ആത്മാവും കോ അപ്പന മുഖടാ ദിഖലാന ഹേ. അനേകം ആത്മാക്കൾക്ക് തൻ്റെ മുഖം കാണിച്ചു കൊടുക്കണം. അഭി പദമാപദം ഭാഗ്യശാലി ബന്ന ഹേ. ഇപ്പോൾ പദമാപദം അളവറ്റ എണ്ണമറ്റ ഭാഗ്യശാലിയായി തീരണം. മഹാദാനി ബനന ഹേ. മഹാദാനിയാകണം. രഹം ദിൽ ബാപ് കെ ബച്ചി സർവ ആത്മാവും പോർ രഹം കർണ ഹേ. ദയാമനസ്കനായ ബാബയുടെ മക്കൾ സർവ ആത്മാക്കളുടെ മേലും ദയ കാണിക്കണം. ഇസ് രഹം കി ഭാവന സെ കൈസി ബി ആത്മായെ ബദൽ സക്തി ഹെ. ഈ ദയയുടെ ഭാവനയിൽ എങ്ങനെയുള്ള ആത്മാക്കൾക്കും മാറ്റം ഉണ്ടാകാൻ കഴിയും. സാരേ ദിൻമേ യഹ് ചെക്ക് കരോ കി കിത്തനെ രഹം ദിൽ ബനെ. അപ്പോൾ മുഴുവൻ ദിവസവും ഇത് ചെക്ക് ചെയ്യണം, ഞാൻ എത്രമാത്രം ദയാമനസ്കനായി. അപ്പം ബാബു പറയാണ്, കുട്ടികൾ അങ്ങേയറ്റം ഭാഗ്യമുള്ള പദമാപദം ഭാഗ്യശാലികളാണ്. കുട്ടികൾ മഹാദാനികളാകണം. ബാബ ദയാമനസ്സുള്ള ആളാണ്. ദയാമനസ്കനായ ബാബയുടെ മക്കൾ സർവ്വ ആത്മാക്കളുടെ മേൽ ദയ കാണിക്കുകയാണ് വേണ്ടത്. എങ്ങനെയുള്ള ആത്മാക്കളായിരുന്നാലും ശരി, അവരിൽ മാറ്റം തീർച്ചയായിട്ടും വരാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ ദിവസവും ഞാൻ എത്രമാത്രം ദയാമനസ്കനായി സേവനം ചെയ്യുന്നുണ്ട് എന്ന് സ്വയം തന്നെ ചെക്ക് ചെയ്യൂ എന്ന് ബാബ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. കിത്തനി ആത്മാവും പേർ രഹം കർണ ഹെ. എത്ര ആത്മാക്കളുടെ മേലാണ് ദയ കാണിക്കേണ്ടത്. ഇസ് രഹം കി ഭാവന സെ കൈസി ബി ആത്മായേം ബദൽ സക്തി ഹെ. ഈ ദയാഭാവനയിലൂടെ എങ്ങനെയുള്ള ആത്മാക്കൾക്കും മാറ്റം കൊണ്ടുവരാൻ കഴിയും. സാരേ ദിൻമേ യഹ് ചെക്ക് കരൂ കി കിത്തനെ രഹം ദിൽ ബനെ. മുഴുവൻ ദിവസവും ഇത് ചെക്ക് ചെയ്യൂ, ഞാൻ എത്ര ദയാമനസ്കനായി. കിത്തനി ആത്മാവും por രഹം കിയ. എത്ര ആത്മാക്കളുടെ മേൽ ഞാൻ ദയ കാണിച്ചു. ദൂസരോं को सुख देने में भी अपने में सुख भरता है. മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുന്നതിലാണ് നമ്മളിൽ സുഖം നിറയുന്നത്. ദേന അർത്ഥാത്ത് ലേന. കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എടുക്കുകയാണ്. ദൂസരോं को सुख देने से खुद भी सुख स्वरूप बनेगी. മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുന്നതിലൂടെ സ്വയവും സുഖസ്വരൂപമായി തീരും. കോയി വിഘ്ന നഹി ആയേങ്കി. ഒരു വിഘ്നവും വരികയില്ല. ദാൻ കർണേ സെ ശക്തി മിൽത്തി ഹെ. ദാനം ചെയ്യുന്നതിലൂടെ ശക്തി കിട്ടും. അന്ധോं को ആങ്ക് ദേന കിത്തനാ മഹാൻ കാര്യ ഹെ. അന്ധന്മാർക്ക് കണ്ണു കൊടുക്കുക എത്ര മഹാൻ കാര്യമാണ്. അവരെ ലോകത്തെല്ലാവരും അന്ധരാണ്. ശരിയായിട്ടുള്ള അറിവിൻ്റെ കണ്ണുകളില്ല. അപ്പോൾ അങ്ങനെയുള്ള അന്ധന്മാർക്ക് അറിവ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് എത്രയോ വലിയ കാര്യമാണ്, എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ് എന്ന് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആപ് സബീ കാ യഹി കാര്യ ഹെ. നിങ്ങളുടെ എല്ലാവരുടെയും ഇതുതന്നെയാണ് കാര്യം. അതായത് അന്ധന്മാർക്ക് കണ്ണു കൊടുക്കുക, അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അജ്ഞാനി അന്ധോं को ज्ञान नेत्र देना. അജ്ഞാനി അന്ധർക്ക് ജ്ഞാനനേത്രം കൊടുക്കുക. ഇത് തന്നെയാണ് കുട്ടികൾ ചെയ്യേണ്ട കാര്യം. അവർ അപ്പനി അവസ്ഥ സദൈവ അചൽ ഹോ. അവരവരുടെ അവസ്ഥ എപ്പോഴും അചഞ്ചലമായിരിക്കണം, ഒരിക്കലും കുലുക്കം ഉണ്ടാകരുത്. തും ബച്ചോं की स्थिति का ही यह अचल घर यादगार है. കുട്ടികളാകുന്ന നിങ്ങളുടെ സ്ഥിതി തന്നെയാണ് ഈ അചൽ ഘർ സ്മരണയായി നിൽക്കുന്നത്. മൗണ്ട് അബൂലുള്ള നമ്മുടെ അചൽ ഘർ ക്ഷേത്രം അത് നമ്മുടെ തന്നെ സ്ഥിതിയുടെ സ്മരണയാണ്. ഒരിക്കലും കുലുങ്ങാത്ത മനസ്സിൻ്റെ ഉടമകളാണ് നമ്മൾ. അങ്ങനെയുള്ളവരുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ആ ക്ഷേത്രം നിലകൊള്ളുന്നത്.
अवस्था सदैव अचल हो। जैसे बाप दादा एक रस रहते हैं वैसे बच्चों को भी एक रस रहना है. ഏതുപോലെ ബാപ് ദാദ ഏകരസമായിട്ടിരിക്കുന്നു അതേപോലെ കുട്ടികളും ഏകരസമായിട്ടിരിക്കണം. ജബ് ഏക് കെ ഹി രസ് മേ രഹേംഗെ തോ ഏക് രസ് അവസ്ഥ മേ രഹേംഗെ. എപ്പോഴാണോ ഒന്നിൻ്റെ തന്നെ രസത്തിലിരിക്കുന്നത് അപ്പോൾ ഏകരസ അവസ്ഥയിലിരിക്കാൻ കഴിയും. ഒരേ ഒരു ബാബായിൽ നിന്ന് തന്നെ സർവ്വരസങ്ങളും അനുഭവിക്കുകയാണെങ്കിൽ എപ്പോഴും അവസ്ഥ ഒരേപോലെ ഇരിക്കും. അതാണ് ബാബു പറയുന്നത്, ഒന്നിൽ നിന്ന് തന്നെ എല്ലാ രസങ്ങളും അനുഭവിക്കുക. ഒരേ ഒരു ബാബയെ സർവസ്വവും സർവ്വസംബന്ധങ്ങളിലും ഓർത്ത് ആ അനുഭവത്തിലേക്ക് വരിക. അങ്ങനെ തൻ്റെ അവസ്ഥയെ എപ്പോഴും ഒരേ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. ഓം ശാന്തി. ഓം ശാന്തി. അവ്യക്ത് ബാബ്ദാദ 2270. മുരളിയുടെ സാരം ആത്മിക് പവർ കി പരഖ്, ആത്മീയ ശക്തിയുടെ തിരിച്ചറിവ്. ആജ് ബാബ്ദാദ ഹർ ഏക് കാ പ്രൊജക്ടർ ഷോ ദേഖ് രഹേ ഹൈ. ഇന്ന് ബാബ്ദാദ ഓരോരുത്തരുടെയും പ്രൊജക്ടർ ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആപ്പ് ലോഗു ഭി പ്രൊജക്ടർ ഷോ രഖ്തേ ഹോ. നിങ്ങളും എല്ലാവരും പ്രൊജക്ടർ ഷോ വയ്ക്കാറുണ്ടല്ലോ. നമ്മൾ സേവനത്തിന് പ്രൊജക്ടർ ഷോ കാണിക്കാറുണ്ടല്ലോ. പ്രൊജക്ടർ കോൺസാ ഹൈ, പ്രൊജക്ടർ ഏതാണ്? ജിസ് ദ്വാര ചിത്ര ദേഖ്തേ ഹോ, ഏതിലൂടെയാണോ ചിത്രം കാണുന്നത്. ഹരേക്ക് കെ നയൻ പ്രൊജക്ടർ ഹെ, ഓരോരുത്തരുടെയും കണ്ണുകൾ പ്രൊജക്ടറാണ്. ഇസ് പ്രൊജക്ടർ ദ്വാര കോൺസാ ചിത്ര ദുനിയാക്കോ ദിഖലാ സക്തേ ഹോ. ഈ പ്രൊജക്ടറിലൂടെ ഏത് ചിത്രമാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നത്? ബാബ ഇന്നിവർ പുതിയ പ്രൊജക്ടറിനെ കുറിച്ച് നമ്മളോട് പറയുകയാണ്. പ്രൊജക്ടർ ഷോ നമ്മൾ സാധാരണ സേവനത്തിനൊക്കെ വയ്ക്കാറുണ്ട്. അതിലൂടെ നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ പ്രദർശനയോട് കാണിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ബാബ നമ്മളെ തന്നെ ഒരു പ്രൊജക്ടർ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ബാബു പറയുകയാണ്, ഈ പ്രൊജക്ടർ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളാണ്. അപ്പോൾ ഈ കണ്ണുകളിലൂടെ ലോകത്തിന് ഏത് ചിത്രമാണ് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നത് എന്ന് ചോദിക്കുകയാണ്. വഹ് ഹേ സയൻസ് കി ശക്തി കാ പ്രൊജക്ടർ ഔർ യഹ് ഹേ ഈശ്വരീയ ശക്തി കാ പ്രൊജക്ടർ. അതാണ് സയൻസിൻ്റെ ശക്തിയുടെ പ്രൊജക്ടർ, ഇതാണ് ഈശ്വരീയ ശക്തിയുടെ പ്രൊജക്ടർ. ജിത്തന ജിത്തന പ്രൊജക്ടർ പവർഫുൾ ഹോത്താ ഹെ ഉത്തന ഹി ദൃശ്യ ക്ലിയർ ദേഖ്നെ മേ ആത്താ ഹെ. എത്രമാത്രം പ്രൊജക്ടർ പവർഫുള്ളാണോ അത്രയും തന്നെ ദൃശ്യം ക്ലിയറായി കാണാൻ കഴിയും. പ്രൊജക്ടർ എത്രമാത്രം പവർഫുള്ളാണോ അതിനനുസരിച്ച് ദൃശ്യം വളരെ ക്ലിയറായി കാണാൻ കഴിയും. वैसे ही तुम सभी बच्चों के यह दिव्य नेत्र जितना जितना क्लियर अर्थात रूहानियत से संपूर्ण होंगे उतना ही तुम बच्चों के नयनों द्वारा कई चित्र देख सकते हैं. അപ്പം അതേപോലെ കുട്ടികളാകുന്ന നിങ്ങളുടെ ഈ ദിവ്യനേത്രം എത്രമാത്രം ക്ലിയർ, അർത്ഥം ആത്മീയത കൊണ്ട് സമ്പൂർണ്ണമാകുന്നു, അത്രയും കുട്ടികളുടെ കണ്ണുകളിലൂടെ പല ചിത്രങ്ങളും കാണാൻ കഴിയും. ബാബു പറയാണ്, നമ്മുടെ ദിവ്യ നയനങ്ങളിലൂടെ ദിവ്യ നേത്രങ്ങളിലൂടെ വളരെയധികം ചിത്രങ്ങൾ കാണാൻ കഴിയും. പക്ഷേ നമ്മുടെ കണ്ണുകൾ അങ്ങനെ ദിവ്യത കൊണ്ട് നിറയണം, വളരെ ക്ലിയറാകണം, ആത്മീയത കൊണ്ട് സമ്പന്നമാകണം. ആ കണ്ണുകളിലൂടെ മാത്രമേ അനേകം ചിത്രങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിയുകയുള്ളൂ. और ऐसे ही स्पष्ट दिखलाई देंगे जैसे പ്രൊജക്ടർ ദ്വാര സ്പഷ്ട ദിഖായി ദേത്തെ. അപ്പോൾ അതേപോലെ സ്പഷ്ടമായിട്ട് കാണാൻ കഴിയും. ഏതുപോലെ പ്രൊജക്ടറിലൂടെ സ്പഷ്ടമായി കാണാൻ കഴിയുന്നു.
അപ്പോൾ നമ്മുടെ കണ്ണുകൾ ദിവ്യ കണ്ണുകളായി തീരുമ്പോൾ, ദിവ്യ നേത്രമായി തീരുമ്പോൾ, ആത്മീയത നിറഞ്ഞ കണ്ണുകളായി തീരുമ്പോൾ, ഈ കണ്ണുകളിലൂടെ അങ്ങനെ വളരെയധികം ചിത്രങ്ങൾ മറ്റുള്ളവർക്ക് കാണാൻ കഴിയും. വളരെ സ്പഷ്ടമായിട്ട്, ഏതുപോലെ പ്രൊജക്ടറിലൂടെ നമ്മൾ വളരെ ക്ലിയറായിട്ട് ചിത്രങ്ങൾ കാണുന്നു അതേപോലെ. और ऐसे ही स्पष्ट दिखाई देंगे जैसे प्रोजेक्टर द्वारा स्पष्ट दिखाई देते हैं. तो इन नयनों द्वारा बाप दादा और पूरी रचना के स्थूल, सूक्ष्म, मूल 3 लोगों के चित्र दिखाई दे सकते हैं. ഇപ്പം ബാബു പറയുകയാണ്, ഈ കണ്ണുകളിലൂടെ ബാപ്ദാദയും അതുപോലെ മുഴുവൻ രചനയുടെ സ്ഥൂലവും സൂക്ഷ്മവും മൂലവുമായിട്ടുള്ള, അതായത് 3 ലോകത്തിൻ്റെയും ചിത്രം കാണാൻ കഴിയും. അപ്പം നമ്മുടെ കണ്ണുകളിലൂടെ എന്തെല്ലാം കാണാൻ കഴിയും? എപ്പോൾ ഈ കണ്ണുകൾ ദിവ്യമായി തീരുന്നു, ആത്മീയമായി തീരുന്നു, പവർഫുള്ളായി തീരുന്നു, അപ്പോൾ ബാബു പറയുകയാണ് ബാപ്ദാദയും ഈ കണ്ണിൽ കൂടി കാണാൻ കഴിയും. അതുപോലെ രചനയുടെ, അതായത് സ്ഥൂലവും സൂക്ഷ്മവും മൂലവുമായിട്ടുള്ള, അതായത് 3 ലോകത്തിൻ്റെയും ചിത്രത്തെയും ഈ കണ്ണുകളിലൂടെ കാണാൻ കഴിയും. कोई भी आपके सामने आए तो सर्व साक्षात्कार तुम्हारे नयनों द्वारा कर सकते हैं. ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ സർവ്വ സാക്ഷാത്കാരങ്ങളും നിങ്ങളുടെ കണ്ണുകളിലൂടെ കാണാൻ കഴിയും. ജിത്തനി ജിത്തനി ലൈറ്റ് തേജ് ഹോങ്കി ഉത്തന ചിത്ര ക്ലിയർ. എത്രമാത്രം ലൈറ്റ്, പ്രകാശം ശക്തമാകുന്നോ ഈ കണ്ണുകളിൽ, അത്രയും ചിത്രം ക്ലിയറാകും. बल्ब पावरफुल कितना है वह फिर बाप दादा कैसे देखते हैं मालूम है. ബാബ ചോദിക്കുകയാണ്, ഈ ബൾബുകൾ എത്ര പവർഫുള്ളാണ് എന്ന് ബാപ്ദാദ എങ്ങനെയാണ് നോക്കുന്നത് അറിയാമോ? അതായത് കണ്ണുകളുടെ പ്രകാശം അതെത്രമാത്രം പവർഫുള്ളാണ്, അതിനനുസരിച്ച് ചിത്രം സ്പഷ്ടമായി കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കണ്ണുകൾ എത്രമാത്രം പവർഫുള്ളാണ്, ബൾബുകൾ പവർഫുള്ളാണ്, അതെങ്ങനെയാണ് ബാബ നോക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാവോ? അപ്പന ബൾബ് ദേക്കാ ഹേ കി കിത്തനെ പവർ കാ ഹേ. തൻ്റെ ഈ ബൾബ് എത്ര പവറിൻ്റേതാണെന്ന് കണ്ടിട്ടുണ്ടോ? ഹറേക്കിനെ അപ്പനെ ബൾബ് കി പവർ ദേക്കാ ഹേ. ഓരോരുത്തരും തൻ്റെ ബൾബിൻ്റെ പവർ കണ്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ കണ്ണുകളിലെ പവർ, അതായത് ആ ദൃഷ്ടി എത്രമാത്രം പവർഫുള്ളാണ്, അതെത്ര വോൾട്ടേജിൻ്റെതാണ് ആ ബൾബ് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ, കണ്ടിട്ടുണ്ടോ? जो समझते हैं हम अपनी लाइट की परसेंटेज को जानते हैं कि हमारा बल्ब किस प्रकार का है वह हाथ उठाए. ആരാണോ ഇങ്ങനെ മനസ്സിലാക്കുന്നത്, എനിക്കെൻ്റെ ലൈറ്റിൻ്റെ പെർസെൻറ്റേജിനെ അറിയാം, അതായത് എൻ്റെ ബൾബ് ഈ രീതിയിലുള്ളതാണ്, അങ്ങനെ അറിയാവുന്നവർ കൈ ഉയർത്തു എന്ന് ബാബ പറയുകയാണ്. हमारी आत्मा कितनी पावरफुल है इसकी परख किस आधार से कर सकते हो. അതായത് എൻ്റെ ആത്മാവ് എത്ര പവർഫുള്ളാണ് എന്നുള്ളതിൻ്റെ തിരിച്ചറിവ് ഏതിൻ്റെ ആധാരത്തിൽ ചെയ്യാൻ കഴിയും? അതായത് നമ്മുടെ ആത്മാവിൻ്റെ ശക്തിയാണല്ലോ കണ്ണുകളിലൂടെ കാണപ്പെടുന്നത്. അപ്പോൾ ബാബ പറയാണ്, ഈ കണ്ണുകൾ, ഈ നേത്രം അതെത്രമാത്രം പവർഫുള്ളാണ്, അതെങ്ങനെ തിരിച്ചറിയാൻ കഴിയും, നിങ്ങൾക്കറിയാമോ എന്ന് ബാബ ചോദിക്കുകയാണ്. ബാക്കി നമുക്ക് അടുത്ത മുറിയിൽ കേൾക്കാം, അടുത്ത ദിവസം കേൾക്കാം. ഓം ശാന്തി.